ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയുടെ 6ാം വിരൽ ശസ്ത്രക്രിയ ചെയ്തു നീക്കുന്നതിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ്. അബദ്ധം ബോധ്യമായതോടെ രണ്ടാമതൊരു ശസ്ത്രക്രിയ കൂടി നടത്തി വിരൽ നീക്കം ചെയ്തു. മാപ്പ് പറഞ്ഞ് പരാതി ഒഴിവാക്കാൻ ഡോക്ടർ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കുടുംബം പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഇന്നലെയാണ് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വാർഡിലേക്ക് എത്തിച്ചപ്പോഴാണ് ചികിത്സാ പിഴവ് തിരിച്ചറിഞ്ഞത്. വിവരം ഡോക്ടറെ അറിയിച്ചതോടെ വീണ്ടും ശസ്ത്രക്രിയ നടത്തി കൈവിരൽ നീക്കം ചെയ്യുകയായിരുന്നു. കുറഞ്ഞ സമയത്തിനകം 2 ശസ്ത്രക്രിയയ്ക്കാണ് കുട്ടി വിധേയമായത്. ഡോക്ടർ മാപ്പ് പറഞ്ഞതോടെ പരാതിയിൽ നിന്നും കുടുംബം ആദ്യം പിന്മാറിയെങ്കിലും ഭാവിയിൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകി. കൈക്ക് ഒരു വിരൽ ഒരു 6 വിരലുണ്ട് കുട്ടീൻ്റെ കൈക്ക്. അപ്പോൾ 2-3 ദിവസം മുന്നേ ഇവിടെ കോളേജിൽ വന്ന് കാണിച്ചതാണ്. അപ്പോൾ സ്കാനിങ്ങും ഇതൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഓപ്പറേഷത്തിന് വരാൻ വേണ്ടി പറഞ്ഞതാണ്. ഓപ്പറേഷൻ രാവിലെ വന്ന് അപ്പോൾ കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാണ്. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് പോയതാണ്. പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീൻ്റെ നാവിൻ്റെ അവിടെ ചോര കണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഇതെന്താണ്. അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം തന്നെ പോലെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ നാവിലായതല്ലേ, വയറിനോ കാണിച്ചാൽ വലിയ പ്രശ്നമല്ലേ. കുഞ്ഞിന്റെ നാക്കിലെ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് ആദ്യം ശ്രമിച്ചതെന്നും വിവരം മറച്ചുവെച്ചതിലുള്ള തെറ്റ് മനസ്സിലാക്കുന്നു എന്നുമാണ് ഡോക്ടറുടെ വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയതോടെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജിലെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമാണ്. 24 കോഴിക്കോട്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പിഴവിൽ ഡോക്ടർ ബിജോൺ ജോൺസണെതിരെ പോലീസ് കേസെടുത്തു. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, ഈ ഡോക്ടർ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയുകയും ഒരു ഘട്ടത്തിൽ കുടുംബം അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് അത് ഒരു നടപടിയിലേക്ക് പോകുന്നു. പരാതി പോലീസിലെത്തുന്നു. പോലീസ് കേസെടുത്തിരിക്കുന്നു. എന്തായിരിക്കും പോലീസിന്റെ തുടർ നടപടി? ഡോക്ടറെ എപ്പോഴാണ് ഇനി ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കുക? വിജയകുമാർ, ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ വിഷയത്തിൽ ഡോക്ടർക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇവർക്ക് ഒരുപക്ഷെ ഈ തെറ്റ് ഏറ്റു പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നീട് നടപടിയിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ ആ കുട്ടിക്ക് ഒരുപക്ഷെ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, നാക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ അത്തരമൊരു പശ്ചാത്തലം ഭയന്നുകൊണ്ട്, അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസിനും അതുപോലെ തന്നെ സൂപ്രണ്ടിനും പരാതി നൽകിയത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തു. ഈ ഡോക്ടർക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നു. അതിന് പിറകെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് നീങ്ങിയതും. രാത്രി ഏറെ വൈകിയും അവരുടെ ചോദ്യം ചെയ്യുന്ന അതായത് അവരുടെ മൊഴിയെടുക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് അവരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായത്. ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. അതിനൊടുവിലാണ് ഇപ്പോൾ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ടിലെ 2 വകുപ്പുകൾ പ്രകാരം 336, 337 വകുപ്പുകൾ പ്രകാരമാണ് ഈ ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത്, കേസെടുക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവ. അത് അത്തരത്തിലുള്ള നടപടിയിലേക്ക് വരും ദിവസങ്ങളിൽ നീങ്ങും. എന്തായാലും നാളെയോ മറ്റന്നാളോ ആയിക്കൊണ്ട് ഈ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങുക എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മെഡിക്കൽ കോളേജ് CI വ്യക്തമാക്കുന്നത്. എന്തായാലും വകുപ്പ് തലത്തിലുള്ള നടപടി ആരംഭിക്കുന്നു. ഒപ്പം തന്നെ പോലീസ് ബന്ധപ്പെട്ട നടപടിയിലേക്കും ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. ഈ വ്യക്തിക്കെതിരെ, ഈ ഡോക്ടർ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ബിജോൺ ജോൺസണെതിരെ 2 വകുപ്പുകൾ പ്രകാരം, മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ടിലെ 2 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിജയകുമാർ. ഡോക്ടർ ബിജോൺ ജോൺസണെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ടിലെ വകുപ്പുകൾ ചുമത്തിയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഡോക്ടർക്കെതിരെ കേസെടുത്തത്. കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി ഇതിനോടകം വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടിയിലേക്ക് നാളെയും മറ്റന്നാളും ഒക്കെയായി മെഡിക്കൽ കോളേജ് പോലീസ് കടക്കുമെന്നാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടിയെ വിമർശിച്ച് മെഡിക്കൽ കോളേജിലെ അധ്യാപക സംഘടന രംഗത്തെത്തി. 6ാം വിരൽ നീക്കം ചെയ്യേണ്ട ശസ്ത്രക്രിയക്കെത്തിയ കുട്ടിയുടെ നാക്കിനിടയിൽ കെട്ട് ശ്രദ്ധയിൽപ്പെടുകയും അത് നീക്കം ചെയ്യുകയുമായിരുന്നു അദ്ദേഹം ചെയ്തത്. കൃത്യമായ അന്വേഷണം നടത്താതെ സസ്പെൻഡ് ചെയ്ത നടപടി നിർഭാഗ്യകരമാണെന്ന് KGMCTA പ്രസ്താവനയിൽ പ്രതികരിച്ചു.
കോഴിക്കോട്ട് നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുന്നു. ആലപ്പുഴയിലും പരാതി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ചെത്തിയ 70-കാരിയുടെ മരണകാരണം ചികിത്സാ പിഴവെന്ന പരാതിയിൽ ആഭ്യന്തര അന്വേഷണത്തിന് പുറമെ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും അന്വേഷണം പ്രഖ്യാപിച്ചു. ഉമൈബയുടെ മൃതദേഹവുമായി ഇന്നലെ ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിച്ചിരുന്നു. ഞാനിത് ഒച്ചത്തിൽ വിളിച്ചു പറയുക, ഇവിടെ ഈ വണ്ടാന ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യന്റ് ഒന്നുകിൽ ഒച്ച ഉയർത്താൻ കെൽപ്പുള്ളവരായിരിക്കണം. 3 ദിവസം മുന്നേ കൊണ്ടുചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കായിരുന്നു ഡോക്ടർ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ പെറ്റ് പോറ്റി ഉമ്മായാക്കണം. പുന്നപ്ര സ്വദേശിനി ഉമൈബയുടെ മരണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനയകുമാർ ചെയർമാനായ സംഘമാണ് അന്വേഷണം തുടങ്ങിയത്. ഫോറൻസിക് അസോസിയേറ്റ് ഡോക്ടർ കൃഷ്ണൻ, RMO ഡോക്ടർ ലക്ഷ്മി എന്നിവരുൾപ്പെട്ട ആഭ്യന്തര അന്വേഷണ സംഘം നാളെ പ്രിൻസിപ്പലിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്ന് ആരോഗ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. കൊല്ലം മെഡിക്കൽ കോളേജ് ആശുപത്രി ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ S. ശ്രീകണ്ഠൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല. ഇവർ നാളെ ആശുപത്രിയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തും. ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഉമൈബ ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലാകുന്നത് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ന്യൂമോണിയ മൂർച്ഛിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ വൈകിട്ട് മരിച്ചു. ഉമ്മയ്ക്ക് ഒരു ചെറിയൊരു പനിയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടായിരുന്നു വന്നത്. സോഡിയം ഡൗൺ ആയിരുന്നു. അതിൻ്റെതായ 3ാമത്തെ പ്രാവശ്യമാണ്. ആദ്യം ഒന്ന് പനിയായിട്ടാണ് ഇവർ വന്ന സമയങ്ങളിലൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ചെക്കപ്പോ കാര്യങ്ങളോ ചെയ്തിരുന്നെങ്കിൽ ഇതെന്തായിരുന്നെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റിയാനെ. അപ്പോൾ ഇതുവരെയും രോഗം നിർണ്ണയിച്ചിട്ടില്ല ഇവർ. ഓക്കെ, 10-24 ദിവസത്തോളം ഞാൻ ഈ വണ്ടാനം ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഇവിടെ തെക്കും വടക്കും എന്നെ ഇട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇട്ട് ഓടിക്കുകയും ചെയ്തു. ആ മെഡിസിൻ ഈ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്നൊക്കെ എഴുതിയിട്ട് ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കി വിടുന്നതെന്ന് പറയുന്നത് ഞങ്ങളെ ഒഴിവാക്കി വിടുന്ന പോലെ എന്താകുമായിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്താമെന്ന സൂപ്രണ്ടിന്റെ ഉറപ്പിന്മേലാണ് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം പുലർച്ചെയോടെ അവസാനിച്ചത്. ആഴ്ചകൾക്ക് മുമ്പ് അമ്പലപ്പുഴ കരൂർ സ്വദേശി ഷിബിനെയും പ്രസവത്തെ തുടർന്ന് അണുബാധയുണ്ടായി മരിച്ചിരുന്നു. ഷിബിനയ്ക്കും വേണ്ടത്ര ചികിത്സ ലഭ്യമായില്ലെന്ന പരാതിയിൽ അന്വേഷണം നിലനിൽക്കെയാണ് ഉമൈബയുടെ മരണം. 24 ആലപ്പുഴ. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. പ്രദീപ് ജർമ്മനിയിലെത്തി. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പ്രതി രാഹുൽ P. ഗോപാൽ ജർമ്മനിയിലേക്ക് കടന്നതായി സൂചന. പ്രതിയെ പിടികൂടാൻ കേരള പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടി. രാഹുൽ ഗോപാലിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനും പോലീസ് നടപടി തുടങ്ങി. രാഹുലിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. ബംഗളൂരു വഴി സിംഗപ്പൂരിലെത്തിയ രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നതായാണ് ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിച്ച വിവരം. ഇതോടെ അന്വേഷണം രാജ്യത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. പ്രതിയെ പിടികൂടുന്നതിനായി CBI വഴി ഇന്റർപോളിന്റെ സഹായം തേടാൻ നീക്കം തുടങ്ങി. രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള നടപടിയും പോലീസ് ആരംഭിച്ചു. പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും മാപ്പല്ല നീതിയാണ് വേണ്ടതെന്നും പെൺകുട്ടിയുടെ കുടുംബം. മാപ്പ് ചോദിച്ചതിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനമല്ലേ. കേവലം ഒരു അടിയോ അല്ലെങ്കിൽ ഒരു പിച്ചോ അല്ലല്ലോ. ഇത് വധിക്കാൻ വേണ്ടി ആണല്ലോ ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനം ചെയ്തത്. അതിൽ മാപ്പ് ചോദിച്ചതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. സംഭവത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി. I have already given instructions to the Raj Bhavan to seek a report from the police headquarters about this. പ്രതിയുടെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. തുടരന്വേഷണത്തിൽ ഈ ദൃശ്യങ്ങൾ നിർണായകമാകും. രാഹുലിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. അതിനിടെ കേസിൽ പന്തീരങ്കാവ് പോലീസിന് വീഴ്ചയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. 24 കോഴിക്കോട്. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ പെൺകുട്ടി നൽകിയ മൊഴിയിലുള്ളത് ഗുരുതര ആരോപണങ്ങൾ. പ്രതി രാഹുൽ P. ഗോപാൽ കൂടുതൽ സ്ത്രീധനം ചോദിച്ചെന്നും നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചെന്നും മൊഴിയിലുണ്ട്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മർദ്ദനത്തിനിരയായ യുവതിയുടെ മൊഴിയിലാണ് കടുത്ത പീഡനമാണ് നേരിട്ടതെന്ന് വ്യക്തമാക്കുന്നത്. വിവാഹം കഴിഞ്ഞതിന്റെ ആദ്യ ദിവസം തന്നെ ഭർത്താവ് പെൺകുട്ടിയുടെ മൊബൈൽ വാങ്ങിവെച്ചു. അഭിനന്ദനമായി വന്ന സന്ദേശങ്ങൾ പോലും മോശമായി ചിത്രീകരിച്ചു. 12-ാം തീയതി പുലർച്ചെ യുവതിയെ മർദ്ദനത്തിനിരയാക്കുമ്പോൾ
തൊട്ടടുത്ത മുറിയിൽ രാഹുലിന്റെ അമ്മയും സുഹൃത്തും സഹോദരിയും അടക്കമുള്ളവർ ഉണ്ടായിരുന്നുവെന്നും ഇവരാരും തന്നെ സഹായിക്കാനായി എത്തിയില്ല എന്നും പെൺകുട്ടി മൊഴി നൽകി. കോഴിക്കോട് ബീച്ചിൽ ആദ്യമായി പോയപ്പോൾ ഭർത്തൃമാതാവ് തന്നോട് സംസാരിക്കുന്നില്ല എന്ന് രാഹുലിനോട് പറഞ്ഞു. ഇക്കാര്യം പറഞ്ഞ് രാഹുൽ തന്നെ മർദ്ദിച്ചുവെന്നും മൊഴിയിലുണ്ട്. ഭർത്താവും ഭർത്തൃമാതാവും സുഹൃത്തും ചേർന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ട്. തന്നെ ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ചപ്പോൾ താൻ ഛർദ്ദിച്ചുവെന്നും പെൺകുട്ടി മൊഴി നൽകി. 12-ാം തീയതി പുലർച്ചെ മർദ്ദിക്കുന്ന സമയത്ത് തനിക്ക് കൂടുതൽ സ്ത്രീധനത്തിന് അർഹതയുണ്ട് എന്നും ഇനി എന്തെങ്കിലും കൂടി തരുമോ എന്ന് ചോദിച്ചാണ് രാഹുൽ ഉപദ്രവിച്ചതെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. 8 പേജുള്ള മൊഴിയാണ് പെൺകുട്ടി ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ രാഹുലിനെ മാതാവിനെ അടക്കം പ്രതിയാക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മുഖ്യപ്രതിയുടെ അറസ്റ്റിന് മുൻപ് തന്നെ പ്രതിയുടെ അമ്മയുടെ അടക്കം അറസ്റ്റുണ്ടാകാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. പെൺകുട്ടിയുടെ മൊഴി പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. ഉത്തർപ്രദേശിൽ പൗരത്വ ഭേദഗതി നിയമം പ്രചാരണ ആയുധമാക്കി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി ഗ്യാരണ്ടിയുടെ ഉത്തമ ഉദാഹരണമാണ് CAA എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. CAA പിൻവലിക്കാൻ പ്രതിപക്ഷത്തെ നരേന്ദ്രമോദി വെല്ലുവിളിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് 5ാം ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ പൗരത്വ ഭേദഗതി നിയമം പ്രധാന പ്രചാരണ ആയുധമാക്കുകയാണ് BJP. മോദി ഗ്യാരണ്ടിയുടെ ഉത്തമ ഉദാഹരണമായാണ് പ്രധാനമന്ത്രി നിയമത്തെ ഉയർത്തിക്കാട്ടിയത്. CAA നിയമമനുസരിച്ച് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതായി അസംഗഡിലെ റാലിയിൽ പ്രധാനമന്ത്രി. ഇന്ത്യ സഖ്യം CAAയുടെ പേരിൽ കള്ളം പ്രചരിപ്പിച്ച് രാജ്യത്ത് കലാപത്തിന് തീ കൊളുത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ച പ്രധാനമന്ത്രി CAA പിൻവലിക്കാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. कश्मीर में फिर से आर्टिकल 370 लगा देंगे. ये CAA का जो कानून मोदी ने बनाया है उसको रद्द कर देंगे. മാസങ്ങൾക്കകം ബംഗാൾ മുതൽ പഞ്ചാബ് വരെ ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. BJPയാണ് അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയത്. കോടതി വിധി അവഗണിച്ച് രാമക്ഷേത്രം പൂട്ടാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. രാംലല്ലയെ വീണ്ടും ടെന്റിലേക്ക് മാറ്റാനാണ് നീക്കമെന്നും മോദി ആരോപിച്ചു. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ ജനങ്ങളുടെ സ്വത്തുക്കൾ തങ്ങളുടെ വോട്ട് ബാങ്കിന് വിതരണം ചെയ്യുമെന്ന ആരോപണം പ്രധാനമന്ത്രി ആവർത്തിച്ചു. 3 ഘട്ടങ്ങളിലായി 41 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാനുള്ള ഉത്തർപ്രദേശിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് BJPയുടെ തീരുമാനം. 24, ഡൽഹി. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലെന്ന പരാമർശത്തിൽ വ്യക്തത വരുത്തി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗം തന്നെയെന്ന് മമത പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിൽ തന്നെ തുടരുമെന്നും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ പുറത്തുനിന്നുള്ള പിന്തുണ നൽകുമെന്നും മമത വ്യക്തമാക്കി. ബംഗാൾ കോൺഗ്രസിനെയും CPMനെയും ഇന്ത്യ സഖ്യമായി കാണുന്നില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറഞ്ഞത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പ്രത്യേക പരിഗണന നൽകിയെന്ന വാദം നിഷേധിച്ച് സുപ്രീം കോടതി. കെജ്രിവാളിന് ജാമ്യം നൽകിയത് അസാധാരണ നടപടിയല്ല. കോടതി വിധിയെ വിമർശിക്കുന്നതും വിലയിരുത്തുന്നതും സ്വാഗതം ചെയ്യുകയാണെന്നും 2-അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കെ കവിതയുടെ ജാമ്യാപേക്ഷയെ ഡൽഹി ഹൈക്കോടതി CBIക്ക് നോട്ടീസ് അയച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ ഹർജിയിലെ വാദത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം ED കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കെജ്രിവാളിന് പ്രത്യേക പരിഗണന നൽകിയെന്ന വാദം സുപ്രീം കോടതി നിഷേധിച്ചു. കെജ്രിവാളിന് ജാമ്യം നൽകിയത് അസാധാരണ നടപടിയല്ലെന്നും കോടതി വിധിയെ വിമർശിക്കുന്നതും വിലയിരുത്തുന്നതും സ്വാഗതം ചെയ്യുന്നുവെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 2-അംഗ ബെഞ്ച് പറഞ്ഞു. അഴിമതി തുകയായ 100 കോടി രൂപ ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചതിനാൽ ആം ആദ്മി പാർട്ടിയെ കേസിൽ പ്രതി ചേർക്കുമെന്നും ED സുപ്രീം കോടതിയെ അറിയിച്ചു. അറസ്റ്റിന് ശേഷം തെളിവ് ശേഖരിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഹർജിയിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വീണ്ടും വാദം കേൾക്കും. അതിനിടെ BRS നേതാവ് കെ കവിതയുടെ ജാമ്യാപേക്ഷയിൽ ഡൽഹി ഹൈക്കോടതി CBIക്ക് നോട്ടീസ് നൽകി. ഈ മാസം 24-ന് വിഷയം പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ അറിയിച്ചു. 24, ഡൽഹി. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വൈഭവ് കുമാറിനെതിരെ രേഖാമൂലം പോലീസിൽ പരാതി നൽകി ആം ആദ്മി പാർട്ടി MP സ്വാതി മലിവാൾ. കെജ്രിവാളിനെ സന്ദർശിക്കാൻ ഔദ്യോഗിക വസതിയിലെത്തിയപ്പോൾ അതിക്രമം നേരിട്ടു എന്നാണ് പരാതി. സ്വാതിയുടെ മൊഴി ഡൽഹി പോലീസ് രേഖപ്പെടുത്തി. വൈഭവ് കുമാറിനോട് നാളെ ഹാജരാകാൻ ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിനെതിരെ BJP രംഗത്തെത്തിയിരുന്നു. മറ്റു പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. വേണം കരുതൽ.
അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി 6 പേരടങ്ങുന്ന മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. നിരീക്ഷണത്തിൽ കഴിയുന്ന 4 കുട്ടികളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. കഴിഞ്ഞ 2 ദിവസമായി കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇന്ന് രാവിലെ ആരോഗ്യനിലയിൽ അല്പം പുരോഗതിയുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും പഴയ നിലയിലായി. ഇതോടെയാണ് വിദഗ്ധ ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി 6 പേരടങ്ങുന്ന മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത്. നിലവിൽ ചികിത്സ നൽകുന്നത് ഈ സംഘത്തിന്റെ നേതൃത്വത്തിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. രോഗത്തിന് കൃത്യമായ മരുന്നില്ല എന്നതാണ് പ്രതിസന്ധി. ഒരു കൂട്ടം മരുന്നുകളുടെ മിശ്രിതമാണ് ഈ അപൂർവ രോഗത്തിന് നൽകുന്നത്. ഇവ വിദേശത്തു നിന്ന് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. രോഗലക്ഷണങ്ങളെ തുടർന്ന് നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്ന 4 കുട്ടികളുടെ ഫലം നെഗറ്റീവാണ്. നിലവിൽ ഇവർക്ക് കൂടുതൽ പരിശോധന നടത്തേണ്ടതില്ലെന്ന് മാതൃശിശു ആരോഗ്യ വിഭാഗം സൂപ്രണ്ട് അറിയിച്ചു. രോഗം ബാധിച്ച സാഹചര്യത്തിൽ കടലുണ്ടിപ്പുഴയുടെ മൂന്നിയൂർ ഭാഗത്ത് ഇറങ്ങുന്നതിന് വിലക്കുണ്ട്. പ്രദേശത്ത് ബോധവത്കരണവും തുടരുകയാണ്. 24 കോഴിക്കോട്. എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത ബാധയിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. വാട്ടർ അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചു എന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. മൂവാറ്റുപുഴ RDOയ്ക്കാണ് അന്വേഷണ ചുമതല. വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥയാണ് മഞ്ഞപ്പിത്തം പടർന്നുപിടിക്കാൻ കാരണമായതെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടറും അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രോഗബാധയെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി നേടുന്ന കുടുംബങ്ങളുടെ പട്ടിക സർക്കാരിന് കൈമാറും. അതേസമയം വീഴ്ച വരുത്തിയ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. യൂത്ത് കോൺഗ്രസ് ഉപവാസ സമരം സംഘടിപ്പിച്ചു. 189 പേർക്കാണ് ഇതുവരെ പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. 41 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 24 കൊച്ചി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലാവസ്ഥാ മുന്നറിയിപ്പിനിടെ തിരുവനന്തപുരം ജില്ലയുടെ നഗര മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കോട്ടയത്ത് പൂഞ്ഞാറിലും ശക്തമായ മഴ ലഭിച്ചു. കോട്ടയത്ത് മണിമലയാറ്റിൽ യുവാവിനെ ഒഴുക്കിൽപ്പെട്ടു കാണാതായി. നഗരഗ്രാമ വ്യത്യാസമില്ലാതെയാണ് തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തത്. ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ 61 മില്ലിമീറ്റർ മഴ പെയ്തപ്പോൾ പെരുങ്കടവളയിൽ 60ഉം അരുവിക്കരയിൽ 58 മില്ലിമീറ്റർ വീതം മഴ പെയ്തു. കോട്ടയം പൂഞ്ഞാറിലാണ് ഏറ്റവും അധികം മഴ ലഭിച്ചത്. തൊടുപുഴയിലും ശക്തമായ മഴ പെയ്തു. കോട്ടയത്ത് മണിമലയാറ്റിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. കോത്തലപ്പടി സ്വദേശി തടത്തേൽ ബിജിയാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ശനിയാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും പ്രവചനമുണ്ട്. 24 തിരുവനന്തപുരം. പശ്ചിമ ബംഗാളിലെ മാൽഡയിൽ ഇടിമിന്നലേറ്റ് 11 മരണം. മരിച്ചവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു. 2 പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, ഒരു പ്രദേശത്താണോ ഇത്രയും അപകടമുണ്ടായത്, അതോ വ്യത്യസ്ത അപകടങ്ങളിലാണോ ഈ 11 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? വിജയകുമാർ, മാൽഡ ജില്ലയിലെ പലയിടങ്ങളിലായാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മാൽഡ ജില്ലയിലെ തന്നെ 6 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നാണ് ഇത്തരത്തിൽ ഇടിമിന്നലേറ്റ മരണങ്ങൾ ഉണ്ടായതായുള്ള പോലീസിന് അറിയിപ്പുകൾ ലഭിച്ചിരിക്കുന്നത്. 11 പേർ മരിച്ചതായാണ് വിവരം. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ്. ഈ മരിച്ചവരിൽ 2 കുട്ടികളും ഒപ്പം തന്നെ ഭാര്യ ഭർത്താക്കന്മാരും ഉൾപ്പെടുന്നു. മണിച്ചക്, സഹാപൂർ, അദിന, ബാലുപൂർ, ഹർഷ്ചന്ദ്രപൂർ, ഇംഗ്ലീഷ് ബസാർ എന്നീ ഇവിടങ്ങളിൽ നിന്നാണ് ഇടിമിന്നലിനെ തുടർന്ന് മരണമുണ്ടായതായി റിപ്പോർട്ടുകൾ ഉള്ളത്. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ മാൾഡ ഉൾപ്പെടെയുള്ള വടക്കൻ ബംഗാൾ പ്രദേശത്ത് മഴ ആരംഭിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. അതിനിടെയാണ് ഈ ഇടിമിന്നലും വ്യാപകമായി തന്നെ ഇത്തരത്തിൽ നാശനഷ്ടങ്ങളും ആൾനാശവും സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഈ ദുരന്ത ബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ജില്ലാ അധികൃതർക്ക് ആവശ്യമായ സഹായം എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയതായും വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയകുമാർ.
യെസ്, പശ്ചിമ ബംഗാളിലെ മാൽഡയിലാണ് ഇടിമിന്നലേറ്റ് 11 പേർ മരിച്ചത്. അതിൽ 2 കുട്ടികളുണ്ട്. പലർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഭയമില്ലാതെ ഗുണ്ടകൾ. ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിലായി. തോപ്പുംപടിയിലെ അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്നാണ് അലനെ പോലീസ് പിടികൂടിയത്. കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊലപാതകം നടത്തിയ ശേഷം കടന്നുകളഞ്ഞ പ്രതി അലൻ തോപ്പുംപടിയിലെ ആളൊഴിഞ്ഞ വീട്ടിലാണ് രാത്രി കഴിച്ചുകൂട്ടിയത്. വീട് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയോടെ പോലീസ് നടത്തിയ തെരച്ചിലിൽ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന അലനെ കണ്ടെത്തി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്തു. കൊലപാതകത്തിന് ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ലഹരിക്കടിമയായ അലനെ ലഹരിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയ്ക്കയച്ചതോടെയാണ് ബിനോയ് സ്റ്റാൻലിയോടുള്ള പക തുടങ്ങിയത്. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ പലപ്പോഴായി തർക്കത്തിലേർപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇന്നലെ കടയിൽ കയറി ബിനോയിയെ കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് അലൻ പോലീസിന് നൽകിയ മൊഴി. 24 കൊച്ചി. ആവേശം മോഡൽ പാർട്ടി നടത്തിയ സംഭവത്തിൽ ഗുണ്ടാ നേതാവ് കുറ്റൂർ അനൂപിനെതിരെ പോലീസ് കേസെടുത്തു. പാർട്ടി സംബന്ധിച്ച് അനൂപിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി. പാർട്ടിയിൽ കൊലക്കേസ് പ്രതികളടക്കം പങ്കെടുത്തുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ അനൂപിനെ പിന്നീട് പോലീസ് ജാമ്യത്തിൽ വിട്ടു. 151 വകുപ്പ് പ്രകാരം കരുതൽ തടങ്കൽ എന്ന നിലയിലാണ് ഗുണ്ടാ നേതാവ് കുറ്റൂർ അനൂപിനെതിരായ പോലീസ് നടപടി. അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെങ്കിലും ജില്ലാ കളക്ടർക്ക് അനൂപിന്റെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച പോലീസ് വിശദമായ റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി കാപ്പ ഉൾപ്പെടെ ചുമത്തുന്നത് കളക്ടർക്ക് പരിഗണിക്കാം. പാർട്ടിയിൽ കൊലക്കേസ് പ്രതികളടക്കം പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. കുപ്രസിദ്ധ ഗുണ്ടകൾ അടക്കം 100-ലധികം പേർ കുറ്റൂരിലെ പാടശേഖരത്തെ പാർട്ടിയിൽ പങ്കെടുത്തു. കാപ്പ തടവുകാരടക്കം പങ്കെടുത്തുവെന്ന് പോലീസിന് സൂചനകളുണ്ടെങ്കിലും ആരെയും തിരിച്ചറിയാനായിട്ടില്ല. ഏപ്രിൽ അവസാനമാണ് നേതാവിനെ കൊലക്കേസിൽ നിന്ന് കോടതി കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് ആവേശം മോഡൽ പാർട്ടി സംഘടിപ്പിച്ചത്. 24 തൃശൂർ. ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 243 ക്രിമിനൽ കേസ് പ്രതികൾ അറസ്റ്റിലായി. 5 പേർക്കെതിരെ കാപ്പ ചുമത്തി. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 53 പേരെ കരുതൽ തടങ്കലിലാക്കി. ഓപ്പറേഷൻ ആഗ് വിലയിരുത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേർന്നു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കും. പ്രധാന കേസുകളിൽ ജില്ലാ പോലീസ് മേധാവിമാർ മേൽനോട്ടം വഹിക്കും. അതേസമയം സംസ്ഥാനത്ത് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം തടയണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കരിമൺകോട് വനമേഖലയിൽ ഭാര്യയെ ചുറ്റിക കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഭർത്താവ് അറസ്റ്റിലായി. പാലോട് സ്വദേശി സോജിയാണ് ഭാര്യ ഗിരിജയെ ആക്രമിച്ചത്. വനമേഖലയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ആക്രമണം. ഗിരിജയെ പ്രതി സോജി കാണണമെന്നാവശ്യപ്പെട്ട് പാലോട് കരുമൺകോട് വനമേഖലയിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പിന്നാലെയായിരുന്നു ആക്രമണം. ഗിരിജയുടെ കാൽമുട്ടിനും തലയ്ക്കും സോജി ചുറ്റിക കൊണ്ടടിച്ചു. മർദ്ദനത്തിൽ ഗിരിജയുടെ കാൽമുട്ടുകൾക്ക് ഗുരുതര പരിക്കുണ്ട്. ഗിരിജയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പാങ്ങോട് പോലീസ് കേസെടുത്തത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഗിരിജയുടെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. ഇരുവരും തമ്മിൽ ഏറെ നാളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഗിരിജയുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷ. അതേസമയം വനത്തിൽ അതിക്രമിച്ചു കയറിയതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. 24 തിരുവനന്തപുരം. കാസർഗോഡ് പടന്നക്കാട് 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വി ലതീഷാണ് അന്വേഷണ സംഘ തലവൻ. കുട്ടിയുടെ വീടും പരിസരവും കൃത്യമായി അറിയുന്നയാളാണ് പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്നു. മുത്തച്ഛനൊപ്പം ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വി ലതീഷിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായാണ് തെരച്ചിൽ. കാഞ്ഞങ്ങാട് ബേക്കൽ മുൻ ഡിവൈഎസ്പിമാരായിരുന്ന പി ബാലകൃഷ്ണൻ നായർ, CK സുനിൽകുമാർ എന്നിവരും ബേക്കൽ ഡിവൈഎസ്പി ജയൻ ഡൊമിനിക്കും സംഘത്തിലുണ്ട്. വീടും പരിസരവും അടുത്തറിയാവുന്ന ആളാകാം പ്രതിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ ഒഫൻസിന്റെ
സീരിയസ്നെസ് കണക്കാക്കി ഒരു സ്പെഷ്യൽ ടീമാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നത്. പല ആംഗിൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അത് റിസൾട്ട്സ് കിട്ടുമ്പോൾ നമ്മൾ അറിയിക്കാം. ഇപ്പം നമ്മൾ കിഡ്നാപ്പിങ്ങും അതുപോലെ തന്നെ സെക്ഷൽ അസോൾട്ടിനുള്ള കേസെടുത്തിട്ടുണ്ട്. പോലീസിനൊപ്പം നാട്ടുകാരും പ്രതിക്കായി തെരച്ചിൽ നടത്തുകയാണ്. സംഭവത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും നാട്ടുകാർ. അന്വേഷണം ശക്തമായിട്ട് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് ആളെ പിടിക്കാത്തത് കൊണ്ട് നമുക്കൊരു വിഷമം തന്നെ. അത് കിട്ടിയാലേ ഞങ്ങൾക്ക് ഒരു ഇതില്ല. ഞങ്ങളും അതിൻ്റെ കൂടെ സഹകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലത്. SP നേരിട്ടാണ് കേസിന്റെ മേൽനോട്ടം. നോർത്ത് DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. 24 കാസർഗോഡ്. ജീവനെടുത്ത റോഡിലെ കുഴി. പാലക്കാട്ട് ജല അതോറിറ്റി പൈപ്പിടാൻ കുഴിച്ച കുഴിയിൽ ബൈക്ക് വീണ് 65-കാരന് ദാരുണാന്ത്യം. വെടക്കംതറ സ്വദേശി സുധാകരനാണ് മരിച്ചത്. 3 മാസമായി പ്രദേശവാസികൾ മൂടണമെന്നാവശ്യപ്പെടുന്ന കുഴിയിലാണ് സുധാകരൻ ഇന്ന് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 6:30-ഓടെയാണ് അപകടം. പറക്കുന്നത്ത് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിന് സമീപത്ത് മാസങ്ങൾക്ക് മുൻപ് ജല അതോറിറ്റി എടുത്ത കുഴിയിൽ സുധാകരൻ സഞ്ചരിച്ച ബൈക്ക് വീണ് മറിയുകയായിരുന്നു. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സുധാകരന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓടി വന്നു. പിന്നെ ഇവിടെ നിന്ന് ബൈക്കിൽ പോണവരൊക്കെ നിർത്തിയിട്ട് പുള്ളിക്കാരനെ പിടിച്ച് നിർത്താനൊക്കെ നോക്കുമ്പോൾ പുള്ളി എണീക്കണില്ല. വണ്ടിയൊക്കെ പുള്ളിൻ്റെ മേലിൽ മാറ്റിയിട്ട് നോക്കിയപ്പോൾ ഈ കുഴിയിൽ നിന്ന് വീണ് മറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് പോയിട്ട് കമ്പും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ സാധനമൊക്കെ. മൂടണമെന്ന് ജനങ്ങൾ 3 മാസത്തോളമായി ആവശ്യപ്പെടുന്ന കുഴിയിലാണ് സുധാകരൻ വീണത്. മഴ പെയ്തതോടെ കുഴിയുടെ ആഴം വീണ്ടും കൂടി. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ ഒരാളുടെ ജീവൻ കൂടി കവർന്നെടുത്തിരിക്കുന്നു. അടുത്ത അപകടത്തിന് മുൻപെങ്കിലും ഈ കുഴി മൂടാൻ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. തമിഴ്നാട് കമ്പത്ത് കാറിനുള്ളിൽ മലയാളികളായ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം പുതുപ്പള്ളി കാഞ്ഞിരമൂട് സ്വദേശികളായ ജോർജ്, ഭാര്യ മേഴ്സി, മകൻ അഖിൽ എന്നിവരാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യയാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കമ്പമേട് റോഡിന് സമീപത്തുള്ള തോട്ടത്തിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചു. വണ്ടി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയം പുതുപ്പള്ളി കാഞ്ഞിരമൂട് സ്വദേശികളാണ് മരിച്ചതെന്ന് കണ്ടെത്തിയത്. ഇവരെ 3 പേരെയും കുറച്ചു ദിവസങ്ങളായി കാണാനില്ലെന്ന് പോലീസിന് പരാതി ലഭിച്ചിരുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യയാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബന്ധുക്കളും ഇതുതന്നെയാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊരു അൾട്ടിമേറ്റ് ഇതിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അത് പൊതുവെ ഇവിടെ എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. അതിലെ പുള്ളി അങ്ങേയറ്റം വിഷമത്തിലുമായിരുന്നു. വാഹനത്തിൽ നിന്നും ഭക്ഷണ സാധനങ്ങളും കീടനാശിനിയും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വാകത്താനം പോലീസും ബന്ധുക്കളും കമ്പത്തെത്തിയിട്ടുണ്ട്. 24 കോട്ടയം. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പു കേസിൽ 3 പേർ അറസ്റ്റിലായി. നെല്ലിക്കാട് സ്വദേശി അനിൽകുമാർ, പഴക്കാളി സ്വദേശി ഗഫൂർ, മൗവൽ സ്വദേശി ബഷീർ എന്നിവരെയാണ് ആന്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന പ്രതി കെ രതീശനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് മനസ്സിലായതോടെ ഇവരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയായിരുന്നു. തുടർന്ന് മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സൊസൈറ്റിയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം രതീശൻ പ്രതികൾക്ക് നൽകുകയും 3 പേരും കാഞ്ഞങ്ങാട്, പെരിയ എന്നിവിടങ്ങളിലെ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും ഈ സ്വർണം പണയം വെക്കുകയുമായിരുന്നു. ഈ പണം രതീശന് നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസ് ക്രൈംബ്രാഞ്ച് നാളെ ഏറ്റെടുക്കും. തമിഴ്നാട് ആനമല കടുവാ സങ്കേതത്തിലെ ആനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. കുട്ടിയാനയ്ക്ക് സംരക്ഷണം ഒരുക്കുന്ന 3 ആനകളുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കുട്ടിയാനയെ അവർ സംരക്ഷിക്കുന്നുവെന്ന തലക്കെട്ടോടെ തമിഴ്നാട് വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സുപ്രിയ സാഹുവാണ് ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചത്. ഈ ദൃശ്യങ്ങളോടെ ഇന്നത്തെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.